എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരിക്കും പറയുകയാണെങ്കിലുണ്ടല്ലോ, ഇന്നത്തെ കാലത്ത് എന്തൊക്കെയാടേ നടക്കുന്നത് പറയാതിരിക്കാൻ വയ്യ. ശരിക്കും സ്റ്റേജ് ഷോകൾ നമ്മുടെ പ്രിയപ്പെട്ട ഗായകരൊക്കെ, നമ്മുടെ ചിത്ര മാമിനെയും അതുപോലെ തന്നെ നമ്മുടെ ജാനകി അമ്മയെയും വാണി ജയറാം അമ്മയെയും സുജാത ചേച്ചിയെയൊക്കെ നമ്മൾ വളരെയധികം ബഹുമാനത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു. അവരുടെയൊക്കെ ആ ഒരു സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ കണ്ടാണ് നമ്മളൊക്കെ വളർന്നത്, അല്ലേ? ഗൾഫ് ഷോകളായാലും ഒരുപാട് പ്രോഗ്രാംസിലൂടെ നമ്മൾ അവരെയൊക്കെ കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ പാട്ടുകൾ കേൾക്കാനുണ്ടല്ലോ, നമുക്ക് എത്ര കേട്ട് കഴിഞ്ഞാലും അത്രയേറെ മധുരമുള്ളതാണ് ഇവരുടെയൊക്കെ പാട്ടുകൾ എന്ന് പറയുന്നത്. ശബ്ദമാധുര്യത്തെ മറികടക്കാനായിട്ട് ഇന്ന് ഇതുവരെയും മറ്റു ഗായകരാരും വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ. ശരിക്കും അത്രയധികം മനോഹരമാണ് ഇവരുടെയൊക്കെ ഗാനങ്ങൾ എന്ന് പറയുന്നത്. ഇവരൊക്കെ സ്റ്റേജിൽ വന്ന് ഒരു പാട്ട് പാടാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ, നമ്മൾ ഗൾഫ് പരിപാടികളൊക്കെ മുമ്പ് കാണുന്ന സമയത്തിന് പണ്ടൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ CD ഇട്ട് കാണുമായിരുന്നു ഈ ഗൾഫ് ഷോകളും മറ്റും. അപ്പോൾ ആ ഒരു സമയത്ത് ഇവരുടെയൊക്കെ പാട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിങ്ങനെ നോക്കിയിരിക്കും കണ്ണിമ വെട്ടാതെ. അത്രയ്ക്ക് രസമാണ് പാടുന്നതൊക്കെ കേൾക്കാനായിട്ട്. പ്രത്യേകിച്ച് ഇവർ ഒരുമിച്ചുള്ള ആ ഒരു ഡ്യൂറ്റ് ഒക്കെ പാടുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ ജാനകി അമ്മയും ജയചന്ദ്രൻ സാറും കൂടിയൊക്കെ ചേർന്നിട്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും. അപ്പോൾ അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുറെ എണ്ണം ഉണ്ട് പാട്ടെന്നും പറഞ്ഞ് കാണിച്ചു കൂട്ടുന്നത്. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അതേ നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ ക്ലിപ്പ് കാണിച്ചിരുന്നു. നോക്കൂ, ഈ ഒരു സ്ത്രീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന്. ശരിക്കും ഒരു കിണ്ടമാക്കറി കിടന്ന് ചാടുന്നത് പോലെയാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. അതായത് പച്ചത്തവള, ചെറിയ തവള എന്നൊക്കെ പറയൂലേ, അതേപോലെയാണ് ശരിക്കും. എന്തൊക്കെയാണ് ഈ ഒരു പെണ്ണുമ്പുള്ള കാട്ടിക്കൂട്ടുന്ന പ്രഹസനം എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പാട്ട് പാടാനായിട്ട് വന്നു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് വന്ന് പാട്ട് പാടിയിട്ട് പൊയ്ക്കൂടെ? ഇപ്പോൾ ഇങ്ങനെ കയ്യും കെട്ടി നിന്നിട്ട് ഇങ്ങനെ നോക്കി ഒരേ അറ്റത്ത് തന്നെ നോക്കി നിന്ന് ഇങ്ങനെ പാടണം എന്നല്ല. അതായത് പോസ്റ്റ് പോലെ വന്ന് നിന്ന് പാട്ട് പാടിയിട്ട് പോകണം എന്നല്ല നമ്മൾ പറയുന്നത്. ഡാൻസ് ഒക്കെ കളിക്കാം, പാട്ട് പാടാം, ഡാൻസ് കളിക്കാം, അതൊക്കെ വളരെ നല്ല കാര്യമാണ്. സ്റ്റേജിന് മുന്നിൽ ഇരിക്കുന്ന ആളുകൾക്ക് അതൊക്കെ ഒരു എന്റർടൈൻമെന്റും ആയിരിക്കും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ എന്ത് കോപ്രായാണ് കാണിക്കുന്നത്. തറയിലിരുന്ന് നിരങ്ങുന്നു, ചാടി തുള്ളുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ അവർക്ക് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് വരാൻ പോലും പറ്റുന്നില്ല. സ്റ്റേജിന് മുന്നിൽ ഇരുന്നിട്ട് ഇതുപോലെയുള്ള പേക്കൂത്തുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ നമിക്കാതെ നിവൃത്തിയില്ല. അപ്പൊ ഈ ഒരു ചെറിയ തവളയുടെ കാര്യം നമുക്ക് അങ്ങോട്ടേക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതേ അടുത്ത ആള് വന്നിട്ടുണ്ട്. ഈ ഒരു പുള്ളിക്കാരത്തിയുടെ കാര്യം എന്ന് വെച്ചാൽ, പുള്ളിക്കാരത്തിക്ക് വസ്ത്രം വളരെ കുറവാണ്. അപ്പൊ പുള്ളിക്കാരത്തിക്ക് ഒരുപാട് വസ്ത്രം കൊടുക്കുന്നത് ഭയങ്കര അലർജിയുള്ള കൂട്ടത്തിലാണ്. എനിക്ക് തോന്നുന്നു എപ്പോഴും ഉഷ്ണമാണ് ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ അതും ഇതുപോലെ വന്നിട്ട് ചാടി തുള്ളിക്കൊണ്ടൊക്കെ നടക്കുന്ന ഒരു പാർട്ടിയാണ്. അതുപോലെ തന്നെ മറ്റൊരു പാർട്ടി ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയെ പോലും തിരിച്ചെഴുതി റാപ്പ് സംഗീതമായിട്ട് അവതരിപ്പിച്ച ഒരു സാധനമുണ്ട്. അപ്പോൾ ആ ഒരു സാധനത്തെയും ഞാൻ ഈ ഒരു വീഡിയോയുടെ സൈഡിൽ കൊടുക്കാം. അപ്പോൾ ഇവറ്റകളൊക്കെ വന്നിട്ട് കാണിച്ചു കൂട്ടുന്ന പ്രഹസനങ്ങൾ കാണുമ്പോൾ ശരിക്കും എന്താണ് പറയാൻ തോന്നുന്നതെന്ന് വെച്ചാൽ, മലയാള സംഗീതത്തെ കൊന്നുകൊണ്ടിരിക്കുന്ന കുറേ എണ്ണത്തിൽ ഒരെണ്ണം, അത്രേ പറയാനുള്ളൂ. മുമ്പൊക്കെ നമ്മൾ സ്റ്റേജ് ഷോയൊക്കെ കാണുമ്പോൾ നമ്മുടെ റിമി ടോമിയുടെ ഡാൻസ് ഒക്കെ കാണുമ്പോൾ, അതായത് ഡാൻസ് ചെയ്തുകൊണ്ട് തന്നെ പാട്ട് പാടുന്ന കൂട്ടത്തിലാണ് നമ്മുടെ റിമി ടോമി. നമുക്കതൊന്നും കണ്ടാൽ ഒട്ടും ബോറടിക്കത്തില്ല, നമുക്കത് വൾഗറായിട്ട് തോന്നത്തുമില്ല. അത്രയധികം രസകരമായ രീതിയിലാണ് റിമി ടോമിയുടെ പാട്ടുകളൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് റിമി ടോമിയുടെ പാട്ടും കൂടി കാണാം. റിമി ടോമിയും കുറച്ചൊക്കെ പുരോഗതിയൊക്കെ കൈവരിച്ചിട്ടുണ്ട്. നേരത്തേതിനേക്കാൾ ഏറെ കുറച്ചുകൂടിയൊക്കെ എന്താ പറയുന്നത്, തുള്ളിച്ചാടാനും ഡ്രസ്സിങ്ങിലൊക്കെ ചേഞ്ച് വരുത്താനൊക്കെ റിമിയും മറന്നിട്ടില്ല. അപ്പോൾ പിന്നീട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അഭിരാമി. ശരിക്കും അഭിരാമിയെ കുറിച്ച് കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു അഭിരാമിയുടെ ഒരു ഷോ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഷോക്കായി പോയി. ഈ അഭിരാമി എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? കാരണം എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഞാൻ മാത്രം എന്തിനാണ് കുറച്ചിട്ട് പുറകിലോട്ട് നിൽക്കുന്നത്? ശരിക്കും ഇന്ന് ശുദ്ധ സംഗീതത്തെ എന്നും ഒരു മനുഷ്യർക്കും വേണ്ട. ഇപ്പോൾ എല്ലാവർക്കും വേണ്ടത് ഇതുപോലെയുള്ള ചാടിത്തുള്ളലും മ്യൂസിക്കുകളും മാത്രം മതി. ശരിക്കും ഇവറ്റകളൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, പണ്ടത്തെ കാലത്തെ സംഗീതത്തെ കുറിച്ചിട്ട് എത്രയോ മധുരമായിട്ടുള്ള പാട്ടുകളാണ് നമുക്ക് നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ തന്നിട്ട് പോയത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയധികം പുരോഗമനം കൈവരിച്ചു എന്ന് പറയുന്ന ഈ ഒരു നൂറ്റാണ്ടിൽ പണ്ടത്തെ പോലുള്ള ഒരു നല്ലൊരു സംഗീതം എവിടെയെങ്കിലും കേൾക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇനി ഒരു കാലത്തും നമുക്ക് തിരിച്ചു കിട്ടില്ല എന്നുള്ള വേദനിക്കുന്ന ഒരു ഓർമ്മയോടുകൂടി ഓർക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തായാലും നമുക്ക് അഭിരാമിയുടെ ഡാൻസ് കൂടി കണ്ടിട്ട് വരാം. അഭിരാമി കിടന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന കമന്റുകൾ എന്ന് പറഞ്ഞാൽ വായിച്ച് നമ്മൾ ചിരിച്ച് മണ്ണ് കപ്പും. അമ്മാതിരി കമന്റുകളാണ് വന്നിരിക്കുന്നത്. ശരിക്കും യക്ഷിയാണോ, ഭൂതമാണോ, പൂതനയാണോ എന്നൊക്കെയാണ് പലരും ചോദിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് അവർക്കുള്ള ആ ഒരു ഡ്രസ്സിങ്, മൊത്തത്തിലൊരു കറുപ്പ് മയം, അതിൻ്റെ ഇടയിൽ കൂടി ആ ഒരു തല
തലമുടി എല്ലാം കൂടി പിരുത്തിട്ട് ആ ഒരു മുടിയെ മൊത്തത്തിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ പറയുന്നത്, ശരിക്കും ഒരു വല്ലാത്ത ഒരു ഫീലാണ്. ആളുകളൊക്കെ അത് കുറച്ചധികം ആളുകൾ തെറി കമന്റുകളും ഇടുന്നുണ്ട്. പക്ഷെ ആ ഒരു തെറി കമന്റ് ഇടുന്ന ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ പോലും ഇത് കുറച്ചധികം വളരെ മോശമായി പോയി എന്നേ പറയാനായിട്ടുള്ളൂ. അപ്പോൾ ശുദ്ധ സംഗീതത്തിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ആളുകൾക്കൊക്കെ, ഇതൊക്കെ മതി. അപ്പൊ എന്തായാലും ഇനി നമുക്ക് ഇവർക്കുള്ള ഈ അഭിരാമിയുടെ തന്നെ ഡാൻസിന്റെ കുറച്ച് ഭാഗവും കൂടി കാണാം. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് കുറച്ച് അഭിരാമിയുടെ ഈ ഒരു പ്രോഗ്രാമില് അവർ ചെയ്ത കുറച്ച് സംഭവം കൂടി കാണാം. തറയിലൊക്കെ കുത്തിയിരുന്ന് കഷ്ടപ്പെട്ടാണ് ഡാൻസ് കളിക്കുന്നത്. അതുപോലെ ഷൂസൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് വന്നിട്ട് അതൊക്കെ ഊരി സ്റ്റേജിന്റെ ഒരു വശത്തേക്ക് വച്ചതിന് ശേഷമാണ് പുള്ളിക്കാരത്തി ഈ തവളച്ചാട്ടം കിടന്ന് ചാടുന്നത്. എന്തിനു വേണ്ടിയോ എന്തോ. എന്തായാലും വളരെ മോശമായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചധികം ആളുകളുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഭയങ്കര മ്യൂസിക്കും ഇതുപോലെ കാണിക്കുന്ന പ്രഹസനങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റേജിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നൊരു ചിന്താഗതിയിൽ തന്നെയാണ് ഓരോരുത്തരും ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇത്തരത്തിലാണ് സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ നടക്കുന്നത്. അന്യമായ രീതിയിൽ വന്ന് ഡാൻസ് ചെയ്ത് പാട്ട് പാടി പോകുന്ന ആളുകളൊക്കെ വളരെ കുറവായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ദേ എല്ലാം ഇതുപോലെയുള്ള കാട്ടിക്കൂട്ടലുകളാണ്. ഇവരുടെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമുക്ക് ഒരുപാട് പ്രോഗ്രാം പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കാണികളെ ത്രസിപ്പിക്കുന്ന രീതിയിൽ വന്ന് തുള്ളിച്ചാടി ഇതുപോലെ എന്താണ് ഗോഷ്ഠികളൊക്കെ കാണിച്ചാലേ പറ്റുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ കുറേ എണ്ണമൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. വേടന്റെ പാട്ടുകളെ അനുകരിക്കാനായിട്ട് വേറെ കുറേ ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. അതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി ഡെയിലി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും ഞാൻ ഇതിനൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. ശുദ്ധമായ സംഗീതത്തെ കൊല്ലുന്ന ഒരു പരിപാടിക്കും ഒരിക്കലും ക്ലാപ്പ് ചെയ്യുന്ന വ്യക്തിയല്ല ഞാൻ. അപ്പോൾ ചിലപ്പോൾ നിങ്ങളൊക്കെ പറയുമായിരിക്കും, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി, സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടാൽ മതി എന്ന്. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തോട് എല്ലാവരും യോജിക്കണം എന്നില്ല. യോജിക്കുന്നവർക്ക് യോജിക്കാം, ഇല്ലാത്തവർക്ക് വേണ്ട, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.